ഷാലോം ടിവിയുടെ പ്രേക്ഷകർക്കെല്ലാവർക്കും സ്നേഹ വന്ദനം. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശ്വാസ ജീവിതം ആരാധനക്രമ കേന്ദ്രീകൃതമാണ്. ഈ ആരാധനക്രമത്തിലാകട്ടെ ദേവാലയ സംഗീതത്തിനുള്ള സ്ഥാനം വളരെ വലുതാണ്. പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ള വിശുദ്ധ അഗസ്തീനോസിൻ്റെ വാക്കുകൾ പോലും ഇവിടെ സ്മരണീയമാണ്. ഈ ഒരു പ്രാധാന്യം അങ്ങേയറ്റം മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ആകണം ഷാലോം ടി വി ദ ക്വയർ എന്ന പേരിൽ ദേവാലയ സംഗീത തലങ്ങളിൽ നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനും ദേവാലയത്തിലെ ആരാധനക്രമങ്ങൾ കുറച്ചുകൂടി സജീവമാക്കാനും ഇത്തരത്തിലുള്ള പരിപാടികളെ ഒരുക്കിയിരിക്കുക. ഒപ്പം തന്നെ ദേവാലയ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരാധനക്രമത്തെ കുറച്ചുകൂടി സജീവമാക്കാൻ ഇന്നത്തെ ഈ പരിപാടി സാധ്യമാകുമെങ്കിൽ അതുതന്നെയാകും ഇതിൻ്റെ ഏറ്റവും വലിയ നന്മ. ഏതായാലും ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളോട് കൂടെ ഒരു സഹയാത്ര നടത്താൻ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ ദിവ്യകാരുണ്യം ഒരനുഭവമാണ്. ജീവിതത്തിൻ്റെ പരുക്കൻ അനുഭവങ്ങളിൽപ്പെട്ട് വല്ലാതെ ഉള്ളുരുകി നിൽക്കുമ്പോൾ ഒരു കുളിരേകുന്ന കണക്കെയാണ് പരിശുദ്ധ ദിവ്യകാരുണ്യം യോഗ്യതയോടുകൂടി സ്വീകരിക്കുന്നവർക്ക് അനുഭവപ്പെടുക. വിണ്ടുണങ്ങിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ പരിശുദ്ധ ദിവ്യകാരുണ്യം ഒരു ജലഗണം പോലെ നമുക്ക് അനുഭവപ്പെടും. ജീവിതത്തിൻ്റെ പ്രതികൂല അനുഭവങ്ങളുടെ പൊള്ളുന്ന സാഹചര്യങ്ങളിൽ നനവേകുന്ന ഹിമഗണമായി പരിശുദ്ധ കുർബാന നമുക്ക് അനുഭവപ്പെടണം. അതുകൊണ്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കാനായി കടന്നു വരുന്നവൻ്റെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ഓ എൻ്റെ സ്നേഹമേ, ജീവൻ്റെ ജീവനെ, ഓ ദിവ്യ കാരുണ്യമേ, ഈശോയെ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു, അളവില്ല നിൻ സ്നേഹം ഞാൻ കൊതിക്കുന്നു. അത് ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥനയാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന ദിവ്യകാരുണ്യ ഗീതത്തിൻ്റെ അന്തസത്ത. ശ്രീ ഫെബിൻ സെബാസ്റ്റ്യൻ ഈണം നൽകിയിട്ടുള്ള ഗാനം അനുഗ്രഹീത ഗായകൻ ശ്രീ കെസ്റ്റർ അവർകളാണ് ആലപിച്ചിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ആ ഗാനം നമുക്ക് വേണ്ടി ഇന്ന് ആലപിക്കുന്നത് കോതാട് തിരുഹൃദയ ഇടവകയുടെ അനുഗ്രഹീത ഗായകർ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളാണ്. നമുക്കവരെ ഏറെ സ്നേഹത്തോടെ കേൾക്കാം. ഒപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കട്ടെ. ഓ എൻ്റെ ഈശോയെ, ഞാൻ നിന്നെ കാത്തിരിക്കുന്നു, നീ എൻ്റെ ഉള്ളിൻ്റെ ജീവനായി ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ആ ഗാനം ശ്രവിക്കാം. വാഴുമൻ സ്നേഹനാഥ കാണും
നിന്റെ രൂപം. ജീവന്റെ ഭോജ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ എന്റെ സ്നേഹമേ, ജീവന്റെ ഭോജ്യമേ, ഓ ദിവ്യകാരുണ്യമേ. ഈശോയേ, നിന്നെ കാത്തിരിക്കുന്നു, അളവില്ലാ നിൻ സ്നേഹം ഞാൻ കൊതിക്കുന്നു. ഈശോയേ, നിന്നെ കാത്തിരിക്കുന്നു, അളവില്ലാ നിൻ സ്നേഹം ഞാൻ കൊതിക്കുന്നു. ഉള്ളൊരുകും നേരങ്ങളിൽ കുളിരേകും ഹിമകണമാ, ഉള്ളൊരുകും നേരങ്ങളിൽ കുളിരേകും ഹിമകണമാ. ഈശോയേ, എന്നിൽ വന്നിടണേ, കുർബാനയായി സ്നേഹ ചൈതന്യമാ. ഈശോയേ, എന്നിൽ നീ വന്നിടണേ, കുർബാനയായി സ്നേഹ ചൈതന്യമാ. ഈശോയേ, എന്നിൽ നീ വന്നിടണേ. ഓ എന്റെ സ്നേഹമേ, ജീവന്റെ ഭോജ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ എന്റെ സ്നേഹമേ, ജീവന്റെ ഭോജ്യമേ, ഓ ദിവ്യകാരുണ്യമേ. ഈശോയേ, നിന്നെ കാത്തിരിക്കുന്നു, അളവില്ലാ നിൻ സ്നേഹം ഞാൻ കൊതിക്കുന്നു. ഈശോയേ, നിന്നെ കാത്തിരിക്കുന്നു, അളവില്ലാ നിൻ സ്നേഹം ഞാൻ കൊതിക്കുന്നു. വിണ്ടുണങ്ങും നേരങ്ങളിൽ നനവേകും ജലകണമാ, വിണ്ടുണങ്ങും നേരങ്ങളിൽ നനവേകും ജലകണമാ. ഈശോയേ, എന്നിൽ വന്നിടണേ, തിരുഭോജ്യമായി സ്വർഗകാരുണ്യമായി. ഈശോയേ, എന്നിൽ
വന്നിടണേ. തിരുഭോജ്യമായി സ്വർഗകാരുണ്യമായി ഈശോയെ എന്നിൽ നീ വന്നിടണേ. ഓ എൻ്റെ സ്നേഹമേ, ജീവന്റെ ഭോജ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ എൻ്റെ സ്നേഹമേ, ജീവന്റെ ഭോജ്യമേ, ഓ ദിവ്യകാരുണ്യമേ. ഈശോയെ നിന്നെ കാത്തിരിക്കുന്നു, അളവില്ലാ നിൻ സ്നേഹം ഞാൻ കൊതിക്കുന്നു. ഈശോയെ നിന്നെ കാത്തിരിക്കുന്നു, അളവില്ലാ നിൻ സ്നേഹം ഞാൻ കൊതിക്കുന്നു. തിരുവോസ്തിയിൽ ദിവ്യകാരുണ്യമായി രാപകൽ വാഴുന്ന ദിവ്യനാഥ, കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ മുറിവേറ്റ് പിടയുന്ന നിൻ്റെ സ്നേഹം. ഓസ്തിയിലെ കാഴ്ച അതാണ് വാസ്തവം. അതെ, തിരുവോസ്തിയിൽ നമ്മൾ കാണുന്നത് ഈശോയുടെ പീഡാസഹനമാണ്. ഈശോ പറഞ്ഞതും അത് തന്നെ. നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിനെന്ന് പറയുന്നത് ഈ പീഡാസഹനത്തിൻ്റെ ഓർമ്മയാണ്, അല്ലാതെ വെറും ഒരു ആഘോഷമാണ്. ഈശോയുടെ പീഡാസഹനമാണ് വാസ്തവത്തിൽ നമ്മുടെ ആഘോഷം. കാരണം നമുക്ക് രക്ഷ നൽകപ്പെട്ടത് ഈശോയുടെ പീഡാസഹനത്തിൽ നിന്നാണ്. ആ ഒരു സന്തോഷത്തിൽ നിന്ന്, എൻ്റെ രക്ഷയ്ക്ക് കാരണമായി ഈശോ സഹിച്ച പീഡകൾ പോലും നമ്മുടെ ആഘോഷമായി മാറുന്നതാണ് പരിശുദ്ധ കുർബാനയുടെ പൊരുൾ പോലും. അതാണ് നമ്മൾ തിരുവോസ്തിയിൽ ദിവ്യകാരുണ്യമായി രാപകൽ വാഴുന്ന സ്നേഹനാഥ എന്ന് തുടങ്ങുന്ന നമ്മൾ കേട്ട പാട്ട്. നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് മാർട്ടിൻ ചെയ്ത ഒരു മനോഹരമായ പാട്ടാണ്. ഈ തിരുവോസ്തിയിൽ മുറിവേറ്റ ഈശോയെ കാണുന്ന ആ സ്നേഹവിരുന്ന് ഒരുക്കുന്നതിനെക്കുറിച്ചുള്ളൊരു പാട്ടാണ്. മാർട്ടിൻ ഓർക്കുന്നുണ്ടാകും. അതെ, അതിൻ്റെ കഥ തന്തു അതാണ്. നമുക്കറിയാലോ, സെഹിയോൻ ശാല വികാരോജ്വലമാണ്, അതിവികാരോജ്വലമാണ്. കാരണം ഇത് അവസാനത്തെ അത്താഴമാണെന്ന് ഈശോയ്ക്ക് മാത്രം അറിയാം, മറ്റാർക്കും അറിയില്ല. ഈശോ താൻ കടന്നു പോകുന്നതിനെക്കുറിച്ചൊക്കെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആർക്കും ഇത് മനസ്സിലായിട്ടില്ല. പക്ഷേ ഈശോയ്ക്കറിയാം ഇത് അവസാനത്തെ അത്താഴം. ഈ അത്താഴം കഴിച്ച് നാളെ പുലരിയായി കഴിഞ്ഞാൽ പിന്നെ താൻ പിടിക്കപ്പെടും, മരിക്കേണ്ടി വരും, പിന്നെ ഇവരെല്ലാവരെയും വിട്ടു പോകേണ്ട ഒരു വേർപിരിയാനുള്ള സമയമായപ്പോൾ വേർപാടിനെ തന്നെ ഒഴിവാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹം അരങ്ങത്ത് തള്ളിക്കയറി അത്ഭുതം പ്രവർത്തിച്ചതാണ് വാസ്തവത്തിൽ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം പദാർത്ഥീകരിച്ചതാണ് പരിശുദ്ധ കുർബാന. ഇത് ശിഷ്യന്മാരാരും അങ്ങോട്ട് ആ സമയത്ത് അറിയുന്നില്ല വാസ്തവത്തിൽ. അതുകൊണ്ടാണ് ഈശോ ഒറ്റക്ക് ഈ വികാരങ്ങൾ മുഴുവൻ ഒതുക്കുക. വേർപിരിയവർ, തന്നിൽ സംഭവിക്കാനിരിക്കുന്ന സഹന മരണങ്ങൾ, അതിനേക്കാൾ ഉപരി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ ശിഷ്യന്മാരെ വിട്ടുപോകാനുള്ള സമയം, ഇനി തനിക്ക് ശേഷം തൻ്റെ ദൗത്യം തുടർന്നു പോകേണ്ടവരായിട്ടുള്ള ഈ ശിഷ്യന്മാർക്ക് ഇനി എന്ത് ആശ്വാസം പരിശുദ്ധാത്മാവിന് തരുമെന്നുള്ളതൊക്കെ ഈശോ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധാരണക്കാർ മുക്കുവന്മാരൊക്കെ ആയിരുന്ന ശിഷ്യന്മാർക്ക് ഇതൊന്നും അത്ര പിടികിട്ടിയിട്ടില്ലേ കാര്യങ്ങളൊക്കെ. ആ പിടികിട്ടായ്മയെക്കുറിച്ച് പോലും ഈശോയ്ക്ക് വല്ലാത്തൊരു ഉത്കണ്ഠ കാണും. അങ്ങനെ വേർപിരിഞ്ഞു പോകുമ്പോഴും ഒരിക്കലും വേർപിരിയാത്ത വിധത്തിൽ കൂടെ വസിക്കുന്നതിനും ഉള്ളിൽ വസിക്കുന്നതിനും ഒക്കെ വേണ്ടി ദൈവം ചെയ്ത വലിയ അത്ഭുതമാണ് പരിശുദ്ധ കുർബാനയുടെ ഈ സ്ഥാപനം എന്ന് പറയുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കും, ഈശോയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് എന്താ?
അവൻ നന്മ ചെയ്തുകൊണ്ട് ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു. നന്മ മാത്രമേ ഈശോ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇത്രയൊക്കെ കൊടുത്തിട്ടും കൊതി തീരാത്ത മതി തീരാത്ത ദൈവം അവസാനം തന്നെ അങ്ങോട്ട് കൊടുക്കുക. തൻ്റെ ഹൃദയപാത്രത്തിൻ്റെ അടിച്ചുരണ്ടി വിളമ്പി കൊടുക്കുക. ഈശോ പരിശുദ്ധ കുർബാന വെച്ച് വിളമ്പി കൊടുക്കുക. അതായിരുന്നു പരിശുദ്ധ കുർബാനയുടെ ആ സ്ഥാപനം. ആ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗാനമാണ് നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ പൊരുളാണ് അതിനകത്തുള്ളത്. നമുക്കറിയാം, മാട്ടിനറിയാം ആ പാട്ടിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ. അതിനകത്ത് അത് എഴുതിയതുപോലെ എനിക്കറിയാം. ഈ വലിയ ബുധനാഴ്ച രാവിലെ, എനിക്കൊന്ന് ചൊവ്വാഴ്ച രാത്രിയാണ് ഞാനിതിരുന്ന് എഴുതിയിട്ട് ബുധനാഴ്ച രാവിലെയാണ് മാട്ടിന് ഇത് കൈമാറുന്നത്. എനിക്ക് ഒട്ടും ഉറപ്പുണ്ടായിരുന്നില്ല പെസഹ വ്യാഴാഴ്ച ഇത് പാടുന്നു. പെസഹ വ്യാഴാഴ്ച പാടാൻ ആ ദൈവിക രഹസ്യങ്ങളെ അപ്പാടെ ചുരുളഴിയുന്ന ഒരു പാട്ടാണ് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന്. അപ്പോൾ ഈശോയുടെ വികാരം എന്താ? ഇത് ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യണം, ഓർമ്മയ്ക്കായി ചെയ്യണം. ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കണം, ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്യണം. ഇതൊക്കെ ഈശോയുടെ സ്വപ്നമാണ്. എന്നിട്ട് ഇതിങ്ങനെ വാങ്ങി ഭക്ഷിച്ച് ഇത് വാങ്ങി കുടിച്ച് ഞാനും നിങ്ങൾ ഒന്നായി മാറണം. ഈ ഒരു തുള്ളി വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിങ്ങനെ കടലിലേക്ക് ചേർന്ന് കടലായി മാറുന്നത് പോലെ നമ്മളൊക്കെ ദിവ്യകാരുണ്യം സ്വീകരിച്ച് ഇങ്ങനെ ഈശോയായി മാറണമെന്നുള്ള ഈശോയുടെ വലിയൊരു സ്വപ്നം. അതാണ് ഈശോ വെളിപ്പെടുത്തുന്നത്. ഇത് വാങ്ങി ഭക്ഷിക്കും. അങ്ങനെ ഇത് ചെയ്തുകൊണ്ട് മാട്ടിനെ ഓർക്കുന്നുണ്ടാവും. ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോയുടെ വികാരം മനസ്സിലാക്കിയപ്പോഴാണ് ഇതാരെങ്കിലും ഏറ്റെടുക്കണ്ടേ. അതാണ് അതിൻ്റെ കോറസ്. ഏറ്റെടുക്കുന്നു ഞങ്ങൾ വിശ്വാസത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പാടി തീർക്കും. പാട്ടിനൊന്ന് അതൊന്ന് പാടാവോ? പാടാം. സിഹിയോൻ ശാലയിൽ പെസഹ രാത്രിയിൽ തിരുനാഥൻ അർപ്പിച്ചു സ്നേഹബലി. മാട്ടിനിത് പാടുമ്പോൾ കണ്ണടച്ചിരുന്നത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ശരീരത്ത് പോലും അങ്ങനെ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. പാട്ടിൻ്റെ എഴുതിയപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. പക്ഷേ മാട്ടിനത് വളരെ ഭംഗിയായി ഈശോയുടെ ഹൃദയ വിചാര വികാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഏറ്റെടുത്തു. ആ ഏറ്റെടുപ്പാണ് നമ്മൾ പാട്ടിൽ പൂർണ്ണമായിട്ടും നിഴലിച്ച് നിൽക്കുന്നത്. ഒരു കുഞ്ഞരുവി ഇങ്ങനെ ഒഴുകി പോകുന്നത് പോലെയുള്ള ഒരു വിചാരം. എനിക്ക് തോന്നുന്നു സാധാരണ ഒരു പാട്ടിൻ്റെ ലെങ്ത് അല്ല ഇതിന്. സാധാരണ 5-6 മിനിറ്റും കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ ഇതിൻ്റെ 12 മിനിറ്റിലധികം ഉണ്ട് ഈ പാട്ട്. അതെ, വളരെ നീണ്ട. പെസഹ വ്യാഴാഴ്ച നമ്മൾ ആ പിറ്റേ ദിവസം അത് പാടിയപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഇത് തനിച്ച് രൂപപ്പെട്ട ഒരു പാട്ടല്ല എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. കാരണം ഞാൻ പാട്ട് എഴുതി തന്നപ്പോൾ ആദ്യം 12 ലൈനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നമ്മൾ സംഗീതം ചെയ്യാൻ കൂടി വന്നിരുന്ന് ഒന്നിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ പാട്ടുകളും നമ്മൾ ആ സക്രാരിൻ്റെ അടുത്തിരുന്നാണ് ചെയ്തതെന്നുള്ളത് ഓർക്കണം. ഒരുപാട് പാട്ടുകൾ പള്ളിക്കകത്തിരുന്ന് ചെയ്തതുകൊണ്ട് ഒരു പള്ളി സുഖം പാട്ടുകൾക്കുണ്ട്. അങ്ങനെ ഒരു പള്ളി സുഖമുള്ളൊരു പാട്ടായിട്ട് ഒരു സെഹിയോൻ ശാലയുടെ ഒരനുഭവം നമുക്ക് പകർന്നു തന്ന ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? നമ്മുടെ പൊറ്റക്കുഴി ഗായക സംഘം തന്നെ അത് പാടി കേൾക്കുമ്പോൾ അതിന് മറ്റൊരു സുഖം. നമുക്കതിനൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാം. സിഹിയോൻ ശാലയിൽ പെസഹ രാത്രിയിൽ തിരുനാഥൻ അർപ്പിച്ചു സ്നേഹബലി. ശാലയിൽ പെസഹ
പങ്കുവച്ചു. എന്നും ഓർമ്മിക്കാനോ ദീനാഥൻ സിഹിയോൻ ശാലയിൽ പെസഹ രാത്രിയിൽ തിരുനാഥൻ അർപ്പിച്ചു സ്നേഹബലി. ജീവന്റെ അപ്പം വാങ്ങി ഭക്ഷിക്കുവിൻ, രക്ഷ നേടിടുവിൻ. ഇതെന്റെ ശരീരം ജീവന്റെ അപ്പം വാങ്ങി ഭക്ഷിക്കുവിൻ, രക്ഷ നേടിടുവിൻ. ആവർത്തിച്ചിടുവിൻ അന്ത്യം വരെ, ആവർത്തിച്ചിടുവിൻ അന്ത്യം വരെ. ഏറ്റെടുക്കുന്നു ഞങ്ങൾ വിശ്വാസത്തിൻ രഹസ്യം, സിഹിയോൻ ശാലയിൽ പെസഹ രാത്രിയിൽ തിരുനാഥൻ അർപ്പിച്ചു സ്നേഹബലി. ഇതെന്റെ രക്തം ജീവന്റെ ഉറവ, വാങ്ങി കുടിക്കുവിൻ, രക്ഷ
ജീവന്റെ ഉറവ വാങ്ങിക്കുടിക്കുവിൻ രക്ഷ നേടിടുവിൻ സ്വർഗീയ വിരുന്നിതു കൊണ്ടാടുവിൻ സ്വർഗീയ വിരുന്നിതു കൊണ്ടാടുവിൻ ഏറ്റെടുക്കുന്നു ഞങ്ങൾ വിശ്വാസത്തിൻ രഹസ്യം ഏറ്റെടുക്കുന്നു ഞങ്ങൾ വിശ്വാസത്തിൻ രഹസ്യം സിഹിയോൻ ശാലയിൽ പെസഹ രാത്രിയിൽ തിരുനാഥൻ അർപ്പിച്ചു സ്നേഹബലി സ്ലീഹരുമൊത്തന്ന് അത്താഴനേരത്ത് സ്നേഹത്തിൻ കൂദാശ പങ്കുവച്ചു സ്ലീഹരുമൊത്തന്ന് അത്താഴനേരത്ത് സ്നേഹത്തിൻ കൂദാശ പങ്കുവച്ചു എന്നും ഓർമ്മിക്കാനോ ദിനാഥൻ സിഹിയോൻ ശാലയിൽ പെസഹ രാത്രിയിൽ തിരുനാഥൻ അർപ്പിച്ചു